ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചർച്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടുത്തെ ഈ പരിപാടികളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നതാണ്. എന്ത് രസമാണെന്നറിയുമ്പോൾ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 90 രൂപ വെച്ചാണ്. ട്രെയിനിൽ ഇതാ ടിക്കറ്റ് എടുത്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ കണ്ടോ ഒരു വലിയൊരു ക്രിസ്മസ് അപ്പം. പിന്നെ സൂര്യാന്തി പാടത്തിലൂടെയൊക്കെ കുറച്ച് നടത്തമായേ. ഞങ്ങളുടെ പണ്ടത്തെ ചെറിയ കുടിലുകളും വീടുകളും എല്ലാം കണ്ട് അതിനിടയിൽ കൂടെ കുറച്ച് യാത്രകളും പറഞ്ഞ് പിന്നെ കുറച്ച് മേൽക്കുട്ടന്മാരും കുറച്ച് ചേട്ടന്മാരെയൊക്കെ കണ്ടായിരുന്നേ. കാർട്ടൂണിൻ്റെ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇതെല്ലാം. പിന്നെ ഒറിജിനൽ ഒരു അരയന്നമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നീന്തി കളിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ വെള്ളത്തിലൊന്ന് ചാടിയാലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒറിജിനാലിറ്റി തോന്നുന്ന വിധത്തിലുള്ള ഒറിജിനൽ ആണ് കേട്ടോ. ഇതെല്ലാം യഥാർത്ഥത്തിലുള്ള ആടുകളൊക്കെയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. കുതിര അതേപോലെ ഒട്ടകവും നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊട്ടാരത്തിനടുത്തായിട്ടാണ് ഈ കൊട്ടാരത്തിനടുത്ത് ഒട്ടകമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആട്ടുംകുട്ടികളും കുഞ്ഞാടുകളാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ബെത്ലഹേമിൻ്റെ ഒരു രീതിയിലുള്ള യേശുവിനെയും ജോസഫിനെയും മറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. ഇതെല്ലാം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം കൂടെ ബെത്ലഹേമിൽ എത്തിയതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ വിധത്തിലുള്ള ഒറിജിനാലിറ്റിയാണ് കേട്ടോ ഇതിന് തോന്നിക്കുന്നത്. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളാണ് പൊളപ്പൻ തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇതായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നോയാണ് കേട്ടോ. ഇത് ലൈറ്റും കാര്യങ്ങളും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി രസമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ കാണുന്നത്. ദാണ്ടതായി നിൽക്കുന്ന ഈ പെൻഗിനും പിന്നെ കുറച്ച് ട്രീകളും പിന്നെ തണുപ്പും കൂടെ ആയപ്പോൾ എന്തൊരു ഫീലാണെന്നറിയാമോ. ഒറിജിനൽ സ്നോയിൽ വന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ അടുത്ത് കുറച്ച് ക്രിസ്മസ് അപ്പൂപ്പന്മാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് ചെറിയ തണുപ്പും കൂടെ ആയപ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറിജിനൽ സ്നോയുടെ അടുത്തെത്തിയതുപോലെയാണേ. ഇതൊക്കെ സ്നോ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. പറ്റിക്കാൻ പറ്റിയൊരു സ്ഥലമാണേ. പിന്നീട് ഇതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടത് പിന്നെ പാട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ആക്രി സാധനങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ വിൽക്കാനായിട്ട്. കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ കപ്പിൾസ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ ഈ ലൈറ്റിനിടയിൽ കൂടെയൊക്കെ കൈപിടിച്ച് കിടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നീട് ഞങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്താണ്. ഒരു സവാരി ഒട്ടകമാണേ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറണമെന്ന് മക്കൾക്ക് വാശിയായിട്ടോ. നല്ല വാശി പിടിച്ചപ്പോൾ പിന്നെ എനിക്ക് ഒരു ആഗ്രഹമൊക്കെ തോന്നി കേട്ടോ. ഒരാൾക്ക് 100 ടിക്കറ്റ് എടുത്തായിരുന്നു, 300 ടിക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം കയറുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. വലിയ കാര്യത്തിൽ ചാടി കയറിയ ഇറങ്ങിയതാണ്. എന്നാലും ടെൻഷനുണ്ട്. ഫസ്റ്റ് കയറിയ അവൾക്ക് ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. എന്നാലും പക്ഷെ അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതെല്ലാം കണ്ടു നിന്നാലോ. ഈ പുള്ളിയാണ് കേട്ടോ കയറാനായിട്ട് പറഞ്ഞത്. എന്താവുമെന്ന് അറിയത്തില്ല. നല്ല ടെൻഷനുണ്ട് കേട്ടോ. നല്ല ടെൻഷനാണ്. അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. വലിയ പാടിയിട്ടാണ് കേട്ടോ കയറിയത്. കാരണം ഒട്ടകം ആ സ്റ്റേജിനടുത്തോട്ട് ചേർന്ന് വന്നില്ല കേട്ടോ. അപ്പോൾ കാല് വെച്ച് കയറാനായിട്ട് ഇച്ചിരി പാട് പെട്ടായിരുന്നേ. പിന്നെ അടുത്ത് ഞാനാണ് കേട്ടോ കയറുന്നത്. നല്ല ടെൻഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ കാര്യം ചെയ്യാൻ പോകുന്ന ഭാവത്തിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലിട്ട് കയറാനായിട്ട് പാട് പെട്ടെന്നില്ല കേട്ടോ. പെട്ടെന്ന് ചാടി കയറിയിരുന്നത് കണ്ടാത്തൊന്നും ഞാൻ ഇതിന് മുന്നേ കയറിയിട്ടുള്ളത് പോലെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇതുപോലെയൊക്കെ സവാരി നടത്തിയായിരുന്നേ. മുകളിൽ കയറിയപ്പോൾ എനിക്ക് ഒരു ആനയുടെ പുറത്ത് കയറിയ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. നല്ല രസമുണ്ട്. എന്നാൽ വീഴുമോ എന്നുള്ള പേടിയാണോ എന്നറിയില്ല. ഇത് എനിക്ക് നല്ലൊരു ടെൻഷൻ തോന്നി കേട്ടോ. ഇത് നല്ല പൊക്കത്തിലാണല്ലോ. ഈ ഒട്ടകം എന്ന് പറയുന്ന ഒരു വലിയ പൊക്കമുള്ള ജീവിയാണല്ലോ. അതിൻ്റെ ഒരു ടെൻഷനാണ്. ഒരു നിമിഷം ഞാൻ ജീവനില്ലാത്ത ഒരവസ്ഥയായിരുന്നേ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്ത് ചെയ്യണമെന്നുള്ള ഒരവസ്ഥയായിരുന്നേ. പിന്നെ അവിടെ എത്തിയത് അടുത്തായിട്ട് പോയത് ഈ വലിയൊരു ടവറാണ് കേട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു ടവർ. പിന്നെ അടുത്തായിട്ട് ഇതുപോലത്തെ കുറച്ച് അക്യൂറി സെറ്റിങ് കാണാനായിട്ട് കാണുന്നത്. മീനുകളെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം.
വെറൈറ്റി വെറൈറ്റി നല്ല നല്ല മീനുകളും അടിപൊളി പേരുകളുള്ള മീനുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങൾ മാത്രമല്ല, പിന്നെ കുറച്ച് തത്തകളും, പിന്നെ എന്തോന്ന് തത്ത, പിന്നെ പൂച്ച, പിന്നെ അടുത്ത് എന്താണ് പാമ്പ്, കുറച്ച് ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഓന്ത് കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ എന്നെ പോലെയാണോ എന്നറിയില്ല, ഓന്ത് മാറുന്ന പോലെ നിറം മാറും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അത് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. കുറച്ച് കൂടുതലായിട്ടൊന്നും പറയാനുള്ള വാക്കുകളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമേ. ഇവിടെ നിൽക്കുന്ന വെള്ളപ്പാമ്പ്, പിന്നെ അവനെ ഒന്ന് തൊട്ട് നോക്കാനായിട്ട് നിൽക്കുന്ന എൻ്റെ മൂത്തമോളും പിന്നെ ഹസ്ബൻഡുമാണ് കേട്ടോ. പിന്നെ അതിനെ തൊട്ട് നോക്കിയപ്പോൾ ഫീൽ എന്താണെന്ന് അറിയാമോ? ഇതൊരു റബ്ബർ ബാൻഡിൽ തൊട്ട ഒരു അവസ്ഥയാണ് കേട്ടോ. റബ്ബർ തൊട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീലാണ്. പിന്നെ തത്തയെടുത്ത് പുറത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നിൽക്കുന്ന തത്തയെടുത്ത് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ തത്തയ്ക്ക് പോകാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു കേട്ടോ. വിളിച്ചിട്ട് പോകുന്നില്ല. പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന പോലെ തത്തയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയേ. അപ്പം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുറത്ത് ക്രിസ്മസ് പൂപ്പൻ ഫോട്ടോ എടുക്കാനായിട്ട് വിളിക്കുന്നിട്ടുണ്ട്. പിന്നെ ഇരിപ്പുണ്ടടാ ഐറ്റം കേട്ടോ. വേറൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വൈൻ, വീടും കുറഞ്ഞ് വൈനായതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതിൽ നിന്നൊരു കുപ്പിയും വാങ്ങിച്ച് കുടിച്ച് പിന്നീട് കാണുന്ന കളർ ലൈറ്റുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ ലൈറ്റ് ഇട്ടിരുന്ന വിധത്തിലുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് നിറങ്ങളുള്ള പോലെ തോന്നി കേട്ടോ. നല്ല രസമുള്ള സെറ്റിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് എത്തിയത് പലഹാരത്തോട്ടത്തിലോട്ടാണ്. എനിക്ക് പലഹാരത്തോട്ടം എന്നാണ് പറയാൻ തോന്നിയത് കേട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് തേൻകുഴൽ പോലത്തെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഗെയിമിലൊക്കെ കളിക്കാനായിട്ട്, പൈസ ഇട്ട് കളിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. കാരണം കിട്ടത്തില്ല എന്നറിയാം, അതുകൊണ്ടാണ് കേട്ടോ. മക്കളെല്ലാം ഇതുപോലത്തെ ഗെയിമുകളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പൈസ ഇട്ട് കളിക്കുന്നതായതുകൊണ്ട് ഒരു ആവേശമൊക്കെ തോന്നിയായിരുന്നേ. അത് പോയത് മാത്രം മിച്ചം കേട്ടോ. ഒന്നും കിട്ടിയില്ലായിരുന്നേ. തോൽവി സമ്മതിച്ച് പിന്നീട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടികളെല്ലാം കണ്ടു നമുക്ക് അങ്ങോട്ട് നടന്നാലോ. ഈ ഒരു ഐറ്റത്തിൽ കയറാനായിട്ട് നല്ല വാശി പിടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതിലൊന്നും കയറ്റിയില്ല. പിന്നെ അടുത്ത വീട്ടിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വലിയ താല്പര്യമില്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. എന്നാൽ വീട്ടിൽ ബാക്കി 3 പേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ അതെല്ലാം വാങ്ങിയതാ പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. ഏറ്റവും അവസാനത്തെ എൻഡാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.